വലിയ വീടും ഒരുപാട് പണവും മോഹിച്ച് ഇവൾ ഒരു പൊമ്മയെ കല്യാണം കഴിക്കുകയാണ്. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ വീടിന്റെ താക്കോലും മറ്റ് സ്വത്തുക്കളുമെല്ലാം അവളെ ഏൽപ്പിച്ചിട്ട് അവളുടെ അമ്മായിയമ്മ ആ വീട് വിട്ട് പോകുന്നു. ഇതിനുശേഷം ആ വീടിനുള്ളിലുള്ള പണവും സ്വർണങ്ങളും കണ്ട് അവളുടെ കാമുകനെ ആ വീട്ടിലേക്ക് അവൾ വിളിക്കുകയാണ്. നമ്മൾ രക്ഷപ്പെട്ടു, നീ കൂടെ പെട്ടെന്ന് വാ എന്ന് പറഞ്ഞ്. അതിനുശേഷം അവൾ കുളിമുറിയിൽ കുളിക്കാൻ കയറുന്നു. കുളിക്കുന്ന സമയത്ത് റൂമിനകത്ത് ആരോ നടക്കുന്നത് പോലെ അവൾക്ക് തോന്നുന്നു. റൂമിൽ ആ പൊമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ അത് സാരമാക്കാതെ കുളി തുടങ്ങുന്ന സമയത്ത് അവളുടെ കയ്യിൽ നിന്നും സോപ്പ് തറയിൽ വീണ് കുളിമുറിയുടെ ഡോറിനടിയിലൂടെ പുറത്തേക്ക് പോകുന്നു. ആരോ റൂമിൽ നിന്നും ആ സോപ്പിനെ വീണ്ടും തിരിച്ച് വാതിലിനടിയിൽ കൂടി അവൾക്ക് ഇട്ടുകൊടുക്കുന്നു. കാര്യം എന്താണെന്നറിയാൻ വേണ്ടി കുളി നിർത്തി റൂമിലേക്ക് എത്തിയപ്പോൾ അവൾ കാണുന്നത് ആ പൊമ്മയാണ്. നടക്കാനും ഇരിക്കാനും ചിരിക്കാനും എല്ലാം കഴിയുന്ന ഒരു ദുർമൂർത്തിയായ പൊമ്മയായിരുന്നു അത്. അപ്പോഴാണ് ഇവൾ ആ സത്യം അറിയുന്നത്. ഇവളെ പൊമ്മയ്ക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുത്ത ഇവളുടെ അമ്മായിയമ്മ യഥാർത്ഥത്തിൽ ആ പൊമ്മയുടെ ആദ്യത്തെ ഭാര്യയായിരുന്നു. പൊമ്മയെ കല്യാണം കഴിച്ച് അവർ വർഷങ്ങളായി വീടിന് പുറത്തിറങ്ങാൻ കഴിയാതെ വീടിനുള്ളിൽ അകപ്പെട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ അവർ വയസ്സായത് കൊണ്ട് പൊമ്മയ്ക്ക് വേണ്ടി സുന്ദരിയായ മറ്റൊരു പെണ്ണിനെ ആ പൊമ്മയ്ക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ട് അവർ രക്ഷപ്പെട്ട് പോയതായിരുന്നു. അങ്ങനെ അവൾ ആ വീടിനകത്ത് അകപ്പെടുന്നു.